നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടീ, നീ പോവാണോ? ഫംഗ്ഷന് പോവാൻ നിത്തിടുന്ന ഡ്രസ്സ് കാണണ്ടേ നിനക്ക്? എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞ ഡ്രസ്സുണ്ടല്ലോ, അവളെ അത് മാറാൻ പോയിരിക്കുക. ഞാൻ പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ, അതങ്ങനെ വേണ്ടി വന്നു. ഈ വീട്ടിലെ എനിക്കിഷ്ടമല്ലാത്ത ഒന്നും സംഭവിക്കില്ല, നിത്യയിലും സംഭവിക്കില്ല. ഓടി. അടുത്തത് വളരെ ലളിതമായ ഒരു അവാർഡ് ദാന ചടങ്ങാണ്. ഞങ്ങളൊക്കെ മറന്നു. നിങ്ങളൊക്കെ എങ്ങനെ മറക്കാനാ? നാട്ടിലെ കുരുത്തം കിട്ടവന്മാരല്ലേ നിങ്ങളൊക്കെ? അയ്യോ ചേച്ചി, ഞങ്ങളിപ്പോ ശരിക്കും നന്നായി. നന്നായി നന്നായി. ഞാൻ അച്ഛനോട് ചോദിക്കാറുണ്ട് രണ്ടാളെയും കുറിച്ച്. ഒരു മാറ്റമില്ലെന്ന് അച്ഛൻ പറഞ്ഞത്. ചടങ്ങ് ലളിതമാണെങ്കിലും അതിന്റെ പ്രൗഢി നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ വൈറ്റ് കോളർ ജോലികൾ തേടി അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഈ നാടിനെ സ്നേഹിച്ച്, ഈ മണ്ണിനെ സ്നേഹിച്ച് പുതിയ തലമുറക്ക് മാതൃകയായി ഒരു ചെറുപ്പക്കാരൻ. അതാണ് നമ്മുടെ ഹരി. നമ്മളിൽ ഒരാൾ ഈ നാടിന്റെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒപ്പം സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരൻ. ഹരി നമ്മുടെയൊക്കെ മനസ്സുകളിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പുതിയ തലമുറയുടെ മുഖമാണ്. അങ്ങനാവണം ഈ ലോകത്തെ ഓരോ ചെറുപ്പക്കാരനും. എന്താ ഹരിയെ പോലെ മണ്ണിൽ പണിയെടുക്കുന്ന അമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നതിന് മുൻപ് പോവാണോ? എന്നോട് വരാനാ പറഞ്ഞു. ഈ നാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പുതിയ കാഴ്ചപ്പാടിന്റെ വിപ്ലവം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, അറിവിനെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പ്രസിദ്ധീകരിക്കപ്പെട്ട അതിമനോഹരമായ ഒരു കവിതയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹരിയേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താ ജീവ? കാണുന്നവരോട് ഇങ്ങനെ കുഴഞ്ഞട നാണമില്ലടി നിനക്ക്? ഞാൻ എന്ത് ചെയ്തെന്നാ? അവന്മാരെ കാണിക്കാനാണോ ഈ സാരി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? മര്യാദക്കെല്ലാം മറച്ചു വെച്ച് നടന്നോണം. അല്ലെങ്കിലേ നിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകും ഞാൻ. അന്തരിച്ചു പോയ തന്റെ ഭാര്യ കമലയുടെ പേരിൽ ഈ അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സദാനന്ദേട്ടനാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്ന ഹരിയെയും അവാർഡ് നൽകുന്നതിനെയും സദാനന്ദേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. എത്തിമോളോടെ ചേച്ചി അവിടെ എവിടെയെങ്കിലും കാണും. മോനായിരുന്നോ? എങ്കിൽ ഇതിലും വലിയ സന്തോഷം വേറെ എന്താ? ഈ മോനെ എനിക്കറിയാം. വാ.
മതിയോ? മതി. ഇനി കുറെ നേരം ഇവിടെ നിൽക്കണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. ആ നേരം വരെ മാന്യമായിട്ടല്ലാതെ എന്തെങ്കിലും കണ്ടാലേ കത്തിച്ച് കളയും ഞാൻ. നമ്മുടെ പ്രിയപ്പെട്ട ഹരിയേട്ടൻ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം ഒരുപാട് സന്തോഷമുള്ളതാണ്. പക്ഷെ ആദരിക്കപ്പെടേണ്ട ഒരു എഴുത്തുകാരനായി ഞാൻ മാറിയെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കുത്തിക്കുറിച്ചത് ഒരു പ്രസിദ്ധീകരണത്തിന് ഞാൻ അയച്ചു കൊടുത്തു. അവരുടെ കനിവുകൊണ്ട് അവരത് അച്ചടിച്ചു. ഇന്ന് ഞാൻ വാങ്ങിച്ച ഈ അവാർഡ് വേറൊരാൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. എന്റെ കവിത വായിക്കുകയും എന്നെക്കാൾ നന്നായി പാടുകയും ചെയ്ത ഒരാൾക്ക്. എന്റെ എഴുത്തിനെ, എന്റെ ജീവിതത്തെ പ്രചോദിപ്പിച്ച ഒരാള്. ഈ അവാർഡ് എന്നോടൊപ്പം തന്നെ അയാൾക്കും അവകാശപ്പെട്ടതാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.